നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഏറ്റവും വലിയ ടൂർണമെന്റുകളിലൊന്നായ ഗ്രാൻഡ് സ്വിസ് ടൂർണമെന്റ് അവസാനിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലേയേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടിയ ഈ ടൂർണമെന്റിന്റെ വനിതാ വിഭാഗത്തിൽ നമ്മുടെ വൈശാലി കിരീടം നേടിയിരിക്കുകയാണ്. കുറച്ചധികം തിരക്കുകൾ ഉണ്ടായിരുന്നതിനാൽ ഇതിലെ ഒരു ഗെയിം പോലും ചെയ്യാൻ കഴിഞ്ഞില്ല. ആദ്യം ടൂർണമെന്റിന്റെ 7ാം റൗണ്ടിൽ ചൈനീസ് ഇന്റർനാഷണൽ മാസ്റ്റർ ഗിയോ ഖിയും വൈശാലിയും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ള ഗെയിം നോക്കാം. ഈ ഗെയിമിൽ വൈശാലി വൈറ്റ് സൈഡും ഗിയോ ഖി ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ പോണിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇത് പെട്രോ ഡിഫൻസ് ആണ്. വൈറ്റിന് ഇപ്പോൾ ആണെങ്കിൽ നൈറ്റ് വെച്ച് പോണിട്ട് എടുത്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ചിലേക്ക് പോകാം. അത് ക്ലാസിക്കൽ വേരിയേഷൻ ആണ്. അല്ലെങ്കിൽ അടുത്ത നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല. പകരം D4 മൂവ് ചെയ്തുകൊണ്ട് E5 പോണിനെ അറ്റാക്ക് കൊടുക്കുന്നു. ഇത് ചൈനീസ് അറ്റാക്ക് ആണ്. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ വൈറ്റിന് ആദ്യം പോൺ വെച്ച് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുക. നൈറ്റ് അറ്റാക്കിൽ നിന്ന് മാറിയ ശേഷം ഈ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കുക. എന്നാൽ ബ്ലാക്ക് ഇവിടെ പോൺ വെച്ച് പോണിട്ടുന്നില്ല. പകരം നൈറ്റ് വെച്ച് പോണിട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് പോണിട്ടെടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റ് ബോർഡിൻ്റെ സെൻറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. ആ നൈറ്റിന് F2 സ്കോറിലേക്ക് നല്ലൊരു കൺട്രോളുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഇപ്പോൾ ആണെങ്കിൽ ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ അറ്റാക്ക് സ്ട്രോങ് ആക്കാം. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഒരു അറ്റാക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അടുത്ത പീസിൽ കൂടെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് D5 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് എടുക്കുന്നതോടൊപ്പം ബിഷപ്പിൻ്റെ ഡയഗണലിൽ കൂടെ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ എൻപാസിലൂടെ ആ പോണിനെ ഇട്ടെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ പോണിനെ ഇട്ടെടുത്തുകൊണ്ട് തന്നെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ അവസരം കിട്ടും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോൺ എടുക്കുന്നില്ല. പകരം ഈ നൈറ്റിനോട് നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് E4 നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ ആ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം ക്വീനിനെ D7ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് വൈറ്റ് ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ C5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും E2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ E6ലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. അതിനുശേഷം വൈറ്റ് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കും കാസ്റ്റിംഗിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന ശേഷം കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റ് ക്വീൻ്റെയും ബിഷപ്പിൻ്റെയും ഡയഗണൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. വൈറ്റ് അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ F1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണലും ക്വീൻ്റെ ഫയലും ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് വേഗം C5 മൂവ് ചെയ്തുകൊണ്ട് ഈ D4 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് ബിഷപ്പിനെ D3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ കൂടെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ F5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഈ പിൻ ഒഴിവാക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം റൂക്കിനെ കൂടെ സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് വൈറ്റ് ആ പിൻ സ്ട്രോങ് ആക്കുകയാണ്. നൈറ്റിനെ G5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പിന്നിങ്ങുള്ള നൈറ്റിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലൂടെയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ടൊന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ റൂക്കിനെതിരെ അറ്റാക്ക് ആണെങ്കിലും ബ്ലാക്ക് റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം നൈറ്റിനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം വൈറ്റിൻ്റെ ബിഷപ്പിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇതേ മൂവ് ഓർഡറിൽ ഒരു ഗെയിം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അവിടെ വൈറ്റ് പ്ലെയർ ബിഷപ്പ് വെച്ച് E6 നൈറ്റിനോട്ട് എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. എന്നാൽ വൈശാലി ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം അറ്റാക്കിൽ നിന്ന് ബിഷപ്പിനെ മാറ്റാണ്. ബിഷപ്പിനെ G4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു ഇൻഡയറക്റ്റ് അറ്റാക്ക് കൊടുക്കുകയാണ്. അതിനായിട്ട് ക്വീനിനെ E8ലേക്ക് മൂവ് ചെയ്യുന്നു. ക്വീൻ ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഈ നൈറ്റിനുണ്ടായിരുന്ന പിൻ ഒഴിവായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നൈറ്റ് വെച്ച് വൈറ്റിൻ്റെ ബിഷപ്പ് അറ്റാക്കിലായിരിക്കുകയാണ്. വൈറ്റ് ഈ പിൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ബിഷപ്പിനെ H4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F4ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ബിഷപ്പിനെതിരെ ഡിസ്കവർ അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിലും ബിഷപ്പിന് ക്വീൻ്റെ സപ്പോർട്ടുണ്ട്. വൈറ്റ് ഇവിടെ നൈറ്റിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ G3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ G6ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ വൈശാലിയുടെ ഭാഗത്തുനിന്നും വളരെ മികച്ചൊരു മൂവരാണ്. അറ്റാക്കിലുള്ള ബിഷപ്പിനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ആ നൈറ്റ് പിന്നിങ്ങിലായത് കാരണം നൈറ്റിനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല. ഇതോടെ വൈറ്റിൻ്റെ റൂക്കിന് ഓപ്പൺ ഫയൽ കിട്ടുകയും ബ്ലാക്കിൻ്റെ കിങ് സൈഡ് വീക്കാകുകയും ചെയ്യും. എന്നാൽ ബ്ലാക്ക് ഈ പ്രശ്നം വളരെ മികച്ച രീതിയിൽ തന്നെ സോൾവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം അഡ്വാൻസ് ആയിട്ട് ക്വീനിനെ ഈ റൂക്കിൻ്റെ ഫയലിൽ നിന്ന് മാറ്റാണ്. ക്വീനിനെ A5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നു.
ഇപ്പോൾ ബിഷപ്പിനെതിരെ 2 അറ്റാക്ക് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടുന്നു, ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോഴും വൈറ്റിൻ്റെ ബിഷപ്പ് അറ്റാക്കിലാണ്. ഇവിടെ വൈശാലിയുടെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു മികച്ച മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇപ്പോഴും ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും മാറ്റാനോ അല്ലെങ്കിൽ ഈ നൈറ്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം ക്വീനെ C1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ വീണ്ടും സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോഴും ബ്ലാക്ക് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോൺ വെച്ച് പോണിട്ട് എടുത്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുക. ബ്ലാക്കിന് ഇപ്പോഴും ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. എങ്ങോട്ടെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്വീൻ H6ലേക്ക് വരികയും വളരെ വേഗം ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോഴും ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം റൂക്കിനെ C6ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് B3 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ A6ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ആ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് വന്നു, ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചു കിട്ടുന്നു. വൈറ്റ് F4 മൂവ് ചെയ്യുന്നു, ബ്ലാക്ക് H5 മൂവ് ചെയ്യുന്നു. വൈറ്റ് വീണ്ടും ആ പോണിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. F5 മൂവ് ചെയ്യുന്നു. ആ പോണിന് ഇപ്പോൾ നൈറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ആ ഡിഫൻഡറെ അറ്റാക്ക് ചെയ്യാണ്. H4 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ H5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഈ F5ലെ പോണിനുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടമായെങ്കിലും ബ്ലാക്കിന് ആ പോണിനെ വിട്ടെടുക്കാൻ പറ്റില്ല. അങ്ങനെ വിട്ടെടുക്കുകയാണെങ്കിൽ ക്വീൻ G5ലേക്ക് വരുന്നതോടെ ഒരേ സമയം നൈറ്റും റൂക്കും അറ്റാക്കിലാകുകയും ഇവിടെ ഒരു മെയ്റ്റിംഗ് ത്രെട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ഈ നൈറ്റ് വെച്ച് പോണിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ ആ റൂക്കിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. C6ലെ റൂക്കിനെ C8ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് F6 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെയും പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോഴും ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ വൈറ്റിന് പോൺ വെച്ച് തിരിച്ചിട്ടുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. നൈറ്റ് ഇപ്പോൾ അറ്റാക്കിൽ നിന്ന് എങ്ങോട്ട് തന്നെ മാറിയാലും ക്വീൻ G5ലേക്കും ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. ആ ചെക്ക് തടയുന്നതിനായിട്ട് നൈറ്റ് G6ലേക്കാണ് മൂവ് ചെയ്താലും ക്വീൻ H6ലേക്ക് വരും. അതിനുശേഷവും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോഴും പോൺ വെച്ച് പോണിട്ടുന്നില്ല. പകരം അഡ്വാൻസ് ആയിട്ട് നൈറ്റിനോടൊന്ന് മാറ്റാണ്. നൈറ്റിനെ G6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിന് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകുന്നത് ഈ G7ലെ പോണാണ്. വൈറ്റ് ആദ്യം ആ പോണിനോട് ഒഴിവാക്കുകയാണ്. നൈറ്റ് വെച്ച് പോണെടുക്കുന്നു. ബ്ലാക്ക് ഇവിടെ ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് C4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ കിങ് ഉള്ള ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. എന്നാൽ വൈശാലി ഇപ്പോൾ ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് തന്നെ പോവുകയാണ്. ക്വീനെ H6ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ക്വീനെ B6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്നും അവസാനമായി ഒരു ശ്രമം കൂടെ വരെയാണ്. H3 മൂവ് ചെയ്തുകൊണ്ട് G2ലെ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ വൈശാലി ഇപ്പോഴും ആ അറ്റാക്കിനെതിരെ പ്രതികരിക്കുന്നില്ല. പകരം നൈറ്റിനെ F5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു ചെക്ക്മേറ്റ് ഫിഷിന് എടുക്കുന്നു. ഈ മൂവ് വന്നതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ബ്ലാക്കിന് ഇനി നല്ല ഓപ്ഷനുകളൊന്നുമില്ല. വെറുതെ കുറച്ച് ചെക്ക് കൊടുക്കാന്നേ ഉള്ളൂ. ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ കിങ് വെച്ച് തിരിച്ചു വെട്ടാം. ഇനി ചെക്ക് കൊടുക്കണമെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നൈറ്റിനെ F4ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം, അല്ലെങ്കിൽ H4ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. F4ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല. കിങ്ങിനെ തിരിച്ച് H1ലേക്ക് തന്നെ കൊണ്ടുവന്നാൽ മതി. അതിനുശേഷം ഇവിടെ പലതരത്തിലുള്ള ചെക്ക്മേറ്റ് സാധ്യതകളുണ്ട്. അല്ലാതെ നൈറ്റിനെ H4ലേക്ക് കൊണ്ടുവന്ന് ഫോർക്കും ചെക്കാണ് കൊടുക്കുന്നതെങ്കിൽ നൈറ്റ് വെച്ച് വെട്ടിമാറ്റാം. അപ്പോഴും G7 സ്കോറിലേക്ക് പോണിന് കണ്ടുള്ളതുകൊണ്ട് ആ ചെക്ക്മേറ്റുള്ള സാധ്യത അതുപോലെ തന്നെ ഉണ്ട്. ഇനി ബ്ലാക്ക് എന്ത് തന്നെ മൂവ് ചെയ്താലും വൈറ്റിന് വളരെ വേഗം വിജയിക്കാൻ കഴിയും. ഇതെല്ലാം മനസ്സിലാക്കുണ്ടാവും ഈ പൊസിഷനിൽ നൈറ്റ് F5ലേക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്.